അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയനായ KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് HE മുഹമ്മദ് ബാബു സേഠ്, സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, സംസ്ഥാന സെക്രട്ടറി M സലാഹുദ്ദീൻ മദനി, പോഷക ഘടകങ്ങളുടെ നേതാക്കൾ, ജില്ലാ ഭാരവാഹികൾ, KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും MGM-ൻ്റെയും KNM വിദ്യാഭ്യാസ ബോർഡിൻ്റെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സമിതി കഴിഞ്ഞ മെയ് 17 കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ വെച്ച് വിപുലമായ ഒരു പ്രവർത്തക സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. 6000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ഏറെ ശ്രദ്ധേയമായ ഈ പ്രവർത്തക സംഗമത്തിൻ്റെ റിസൾട്ട് എന്നോണമാണ് ഇങ്ങനെ സംസ്ഥാന തലത്തിൽ തന്നെ കൺവെൻഷനുകൾ ഒരുക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ചത്. അധാർമികതയ്ക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന തലക്കെട്ടിൽ നമ്മുടെ പ്രവർത്തകരുമായി സംവദിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ചിട്ടയും വ്യവസ്ഥയും സിസ്റ്റവും കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തക കൺവെൻഷൻ ഒരുക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ പതിറ്റാണ്ടുകളായി അറിയുന്നവരും അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും വികാസവും കൺനിറയെ കണ്ടവരാണ് നിങ്ങളെല്ലാവരും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തളർച്ചയിലും വളർച്ചയിലും കൂടെ നിന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ. സ്വാഭാവികമായും നമ്മുടെ പ്രസ്ഥാനം എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ ദൗത്യ നിർവഹണ പാതയിൽ കൂടുതൽ ചിട്ടയോടുകൂടി മുന്നേറേണ്ട സമകാലിക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ഒരു ഭാഗത്ത്, നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം എന്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണോ ഈ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാൻ ശ്രമിച്ചത്, അതെല്ലാം വർദ്ധിത വീര്യത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് നവോത്ഥാന പ്രതലത്തെ പരിക്കേൽപ്പിക്കുന്ന അത്യന്തം ഘാതുകമായ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ ദൗത്യ നിർവഹണത്തിൽ കൂടുതൽ ആത്മാർത്ഥതയും കൂടുതൽ ചിട്ടയും കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായും തൗഹീദി പ്രബോധനമാണ്. എന്താണ് തൗഹീദി പ്രബോധനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജനമനസ്സുകളിലേക്ക് പരമകാരുണികനായ അള്ളാഹുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരിലേക്ക് നൽകേണ്ടതുണ്ട്. ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന, അവൻ്റെ പേരിൽ സത്യം ചെയ്യുന്ന, അവനിൽ മാത്രം തവക്കുലാക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ വളർത്തിയെടുക്കുക, രക്ഷിച്ചെടുക്കുക എന്ന ദൗത്യമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത്. ദൈവേതര ശക്തികളെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ പേരിൽ ഭരമേൽപ്പിക്കുന്ന, ബലിയർപ്പിക്കുന്ന, സത്യം ചെയ്യുന്ന അത്യന്തം ദുഃഖകരമായ സംഭവങ്ങൾ ദിനേന എന്നോണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പരമകാരുണികനായ അള്ളാഹുവിൽ നിന്ന് മനുഷ്യരെ അകറ്റി ആൾ ദൈവങ്ങളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള, അതുവഴി സാമ്പത്തിക ചൂഷണം നടത്തിയവരെ തകർക്കാനുള്ള, ധാർമ്മിക സദാചാര മൂല്യങ്ങൾ കീഴ്മേൽ മറിക്കാനുള്ള ശ്രമങ്ങൾ
നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് എന്ന് തിരിച്ചറിയണം. ഒന്നാമത്തെ ലക്ഷ്യം തൗഹീദ് പ്രബോധനമാണ്. ഏത് കാലഘട്ടത്തിലും തൗഹീദ് പ്രബോധനത്തിനാണ് ഈ പ്രസ്ഥാനം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മറ്റു സംഘടനകളിൽ നിന്ന് ഈ സംഘടനയെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. എത്രയോ മുസ്ലിം സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം തന്നെ പറയാത്ത, ഏറ്റെടുക്കാത്ത ഒരു ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം വിശ്വാസപരമായ വിശുദ്ധീകരണത്തിലൂടെയല്ലാതെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ നേതാക്കളും നമ്മുടെ പണ്ഡിതന്മാരും മനസ്സിലാക്കിയ ഈ യാഥാർത്ഥ്യം അവര് സമൂഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടായത്, സാമൂഹികമായ പരിഷ്കരണത്തിന്റെ അടിത്തറയായി വർത്തിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നവോത്ഥാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദി പ്രബോധനമാണ്. വിശ്വാസ ജീർണതകളുള്ള ഒരു സമൂഹത്തിൽ കുറെ കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹികമായ മുന്നേറ്റങ്ങളും ഉണ്ടായതുകൊണ്ട് അതിനെ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കുറവതാണ്. അവർ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ വലിയ വായിൽ സംസാരിക്കുന്നത് കാണുന്നു. പക്ഷേ അവർ ഉപയോഗിക്കുന്നത് പഴഞ്ചൻ വാദങ്ങളാണ്, പ്രചരിപ്പിക്കുന്നത് കെട്ടവാദങ്ങളാണ്. വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയ്ക്കും നിരക്കാത്ത, അത് നിരോധിച്ച കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച ശിർക്കിലേക്കാണ്, ബഹുദൈവാരാധനയിലേക്കാണ് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശവകുടീരങ്ങളിലേക്ക്, മക്ബറകളിലേക്കാണ് മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ശവകുടീരങ്ങളിലും ആൾദൈവങ്ങളുടെ മുമ്പിലും തകർന്നുപോയ മനുഷ്യരുടെ മനുഷ്യത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കുവാനുള്ള വലിയ ഒരു ദൗത്യം നിർവഹിക്കുക എന്ന വലിയ ഒരു കടമ്പയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് എന്ന് നാം തിരിച്ചറിയാം. പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റാറുണ്ട്. അതങ്ങനെയാണ്. ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഒരു സംഘടന ഉണ്ടായത് എന്ന് പോലും മറക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ടും വരും. അതുകൊണ്ടാണ് തൗഹീദിന്റെ സന്ദേശം അടിക്കടി നമ്മുടെ സദസ്സുകളിൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി നമ്മുടെ ഈ സംഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പാതയാണ്, അഥവാ സുന്നത്താണ്. എന്താണ് ഈ സുന്നത്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഇവിടെ സുതാര്യമായി നമ്മുടെ മുമ്പിലുണ്ട്, തെളിച്ചത്തോടെ വെളിച്ചത്തോടെ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രവാചകനെ നമ്മൾ ഫോളോ ചെയ്യുക, പിൻപറ്റുക എന്നുള്ളതാണ്. വിശ്വാസത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലും നമ്മുടെ കൈകാര്യത്തിലും ഇടപാടുകളിലും ഇടപഴകലുകളിലും എല്ലാം ലോകത്തിന്റെ പ്രവാചകനെ ഫോളോ ചെയ്യുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുന്നത്. കാരണം ലോകാവസാനം വരെ ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഉത്തമ മാതൃകയായിക്കൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാചകന്റെ പാഠങ്ങൾ ജീവിതത്തിലൂടെ പ്രസരിപ്പിക്കുക, അതാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ ചര്യ ഫോളോ ചെയ്തുകൊണ്ടാണ്. ആ പ്രവാചകനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടത് ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശവും സ്വഭാവവും സംസ്കൃതിയും സംസ്കാരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പൊ ഒന്ന് തൗഹീദ്, രണ്ട് സുന്നത്ത്. ഇനി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മനസ്സിലാക്കേണ്ടത് പൂർവികർ മനസ്സിലാക്കിയ രീതിയിലും ശൈലിയിലുമാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന് തോന്നിയതുപോലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്ന, പ്രവാചക ചര്യയെ ദുർവ്യാഖ്യാനിക്കുന്ന പ്രവണത മുസ്ലിം ലോകത്ത് പല പിഴച്ച കക്ഷികളും കൊണ്ടുവന്നു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഈ അപകടം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മനസ്സിലാക്കേണ്ടത് സലഫുകളുടെ ചര്യയിലൂടെയാണ്, പൂർവിക മാതൃകയിലാണ്. ആ പൂർവിക മാതൃകയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമുക്ക് പിഴക്കില്ല, നമുക്ക് പിഴവ് സംഭവിക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠ സമൂഹത്തിന്റെ ദൗത്യമാണ്. വിശുദ്ധ ഖുർആൻ ആ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഒരു ശ്രേഷ്ഠ സമുദായമാണ്, ഉത്തമ സമുദായമാണ്. നിങ്ങളെ ഈ സമൂഹത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് നന്മ കൽപ്പിക്കുന്നതിന് വേണ്ടിയും തിന്മ വിരോധിക്കുന്നതിന് വേണ്ടിയുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്.
അപ്പൊ അതാണ്, എല്ലാ അധാർമികതയ്ക്കെതിരെയുമുള്ള പോരാട്ടമാണ് നാം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത അതാണ്, അധാർമികതയ്ക്കെതിരെയുള്ള പോരാട്ടം. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ശിർക്കിന്റെ മാലിന്യങ്ങൾ മനുഷ്യ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ അവരിൽ സൽഗുണങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ശിർക്ക് ഒരു മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ അവനെ സംസ്കരിക്കണമെങ്കിൽ ആദ്യം ആ ശിർക്കിൽ നിന്നുള്ള മോചനം തന്നെ ആദ്യം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രേഷ്ഠ സമൂഹം എല്ലാ തിന്മകൾക്കുമെതിരെയുള്ള പോരാട്ടമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ആകുലപ്പെടുകയാണ്. മദ്യവും മയക്കുമരുന്നും മനുഷ്യരുടെ ബുദ്ധിയും വിവേകവും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമകാരുണികനായ അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി എന്തിനാണ്? മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടിയാണ്. അതുപോലെ സത്യഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ലഹരി മാഫിയകൾ യുവാക്കളെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവർ ലക്ഷ്യം വെക്കുന്നത് യുവാക്കളുടെ ബുദ്ധിയെയാണ്. ബുദ്ധി മരവിച്ച, ബുദ്ധിക്ക് ഭ്രംശം സംഭവിച്ച, ബുദ്ധിക്ക് പിഴവ് സംഭവിച്ച ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് എല്ലാ ലോബികളും ആഗ്രഹിക്കുന്നത്. കാരണം ചിന്തിക്കുന്ന ഒരു യുവത എന്ന് പറയുന്നത് എല്ലാ അധാർമികതയ്ക്കും എതിരായിരിക്കും. അധാർമികതകളും അരാജകത്വവും കൊടികുത്തി വാഴുമ്പോഴാണ് ഇത്തരം ലോബികൾക്ക്, ഇത്തരം മാഫിയകൾക്ക് തഴച്ചു വളരാൻ കഴിയുക. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. തിന്മകളുടെ നടുവിലാണ് ഇത്തരം മാഫിയകൾ വളരുന്നത്. അപ്പൊ തിന്മകൾ എത്രത്തോളം സമൂഹത്തിൽ നിലനിർത്താൻ കഴിയുമോ അത്ര നിലനിർത്താനായിരിക്കും അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ദഅ്വ പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ദഅ്വത്താണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ദഅ്വത്ത് എന്ന് പറയുന്നത്? പ്രവാചകന്മാർ നിർവഹിച്ച പ്രബോധനം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാതൃകയാണ്. ആ പ്രവാചകൻ എങ്ങനെയാണ് സത്യപ്രബോധനം ജനങ്ങളിലേക്ക് നിർവഹിച്ചത്? സത്യവും അസത്യവും എങ്ങനെയാണ് വേർതിരിച്ചു കൊടുത്തത്? ആ സന്ദർഭങ്ങളിലെല്ലാം പ്രവാചകന്മാരുടെ സ്വഭാവം എന്തായിരുന്നു? സമീപനം എന്തായിരുന്നു? വ്യത്യസ്ത സമൂഹങ്ങളിൽ പ്രവാചകന്മാർ ജീവിച്ചപ്പോൾ ആ വ്യത്യസ്ത സമൂഹങ്ങളോട് എങ്ങനെയാണ് പ്രവാചകൻ ഇടപഴകി ജീവിച്ചത്? ഇതൊക്കെ തന്നെയും മുസ്ലിം സമൂഹത്തിന് വലിയ പാഠമാണ്. പ്രത്യേകിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതം നാം കൃത്യമായി വീണ്ടും വീണ്ടും പഠിക്കേണ്ടതാണ്. വ്യത്യസ്തമായ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്താണ്, ഒരു ഏരിയയിലാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യ നിർവഹണം നടത്തുന്നത്. എന്തെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ടും പ്രവാചകൻ ഒട്ടും വിഭാഗീയതയില്ലാതെ ആ സമൂഹങ്ങളുടെ എല്ലാം അവകാശങ്ങളെ ആദരിച്ചുകൊണ്ട് തന്നെ, റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ തൻ്റെ മതത്തിൻ്റെ ഐഡന്റിറ്റിയും തൻ്റെ മതത്തിൻ്റെ വ്യതിരിക്തതയും ഉയർത്തിക്കാണിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ജീവിക്കുന്നത് ഒരു പൊതുസമൂഹത്തിലാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മതത്തെ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ നോവിക്കാതെ, മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാതെ എങ്ങനെ നമുക്ക് സംവദിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഈ സത്യം സത്യമായിട്ട് സമൂഹത്തിൽ പറയേണ്ടതില്ലെന്നോ, ഈ സത്യം വെട്ടിത്തുറന്ന് പറയേണ്ടതില്ലെന്നോ അല്ല. മറിച്ച് ഒരു സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ രീതിശാസ്ത്രം എന്ത് എന്ന് മഹാനായ പ്രവാചകനും പ്രവാചകൻ വളർത്തിയെടുത്ത സ്വഹാബത്തും അവരെ കണ്ട് വളർന്നവരുമെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നാലാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഈ സംഘടന നമുക്ക് നിലനിൽക്കണം. ഈ സംഘടന പൂർവികരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഒന്നാണ്. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിലേ ഈ സംഘടനയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയും. പഴയ കാലത്ത് വ്യക്തികൾ നിർവഹിച്ചിരുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ, ചെറിയ കൂട്ടങ്ങൾ നിർവഹിച്ചിരുന്ന ദൗത്യങ്ങൾ ഇന്ന് കുറച്ചുകൂടിയൊക്കെ വിപുലമായ വലിയ സംഘടനയാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മുടെ ഏത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ ഒരു കല്യാണമായാലും, നമ്മുടെ വീടിൻ്റെ ഒരു നിർമ്മാണമായാലും, നമ്മുടെ ബിസിനസ് ആയാലും, ഏത് കാര്യത്തിലൊരു പ്ലാനിങ്ങും ലക്ഷ്യവും ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. അപ്പം നമ്മുടെ സംഘടന എന്താണ് ഈ വർഷം
നിർവഹിക്കേണ്ടത് എന്ന് യോഗം കൂടി തീരുമാനിച്ച് അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യുക എന്നതല്ല. അതിനാണ് മേൽഘടകങ്ങൾ. സംസ്ഥാന കമ്മിറ്റി ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ആ പരിപാടിയെ പിന്തുടർന്നുകൊണ്ട് ജില്ല അതിനെ ഫോളോ ചെയ്യണം, മണ്ഡലം അതിനെ ഫോളോ ചെയ്യണം, യൂണിറ്റുകൾ, ശാഖകൾ അതിനെ ഫോളോ ചെയ്യണം. പലപ്പോഴും നമുക്കുണ്ടാവാറുള്ളത് എന്താന്ന് ചോദിച്ചാൽ, സംസ്ഥാന സമിതി ഒരു പരിപാടി നിശ്ചയിച്ചാൽ അതേ ഗൗരവത്തിൽ അത് ജില്ലയിലും മണ്ഡലത്തിലും അത് അപ്ലൈ ചെയ്യുവാൻ, അത് നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കേണ്ടതുണ്ട്. അത് നടപ്പിലാക്കാൻ നിരന്തരമായിട്ട് നമ്മൾ പറയേണ്ട ഒരു ഗതികേടാണ് ഉണ്ടാകുന്നത്. അതുണ്ടാവാൻ പാടില്ല. സംഘടന എന്ന് പറയുന്നത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ്. അതിൻ്റെ തലയിൽ നിന്ന് അത് ചലിച്ചു കഴിഞ്ഞാൽ താഴെ ശാഖ വരെ ആ പ്രവർത്തനങ്ങളെ ശക്തമായിട്ട് കൊണ്ടുപോയി പൂർത്തീകരിക്കേണ്ട ബാധ്യതയുണ്ട്. എപ്പോഴും ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് പോലെ ഇതൊരു ബാറ്റൺ കൈമാറ്റമാണ്. നമുക്ക് ആ ബാറ്റൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഘടകം ബാറ്റൺ മണ്ഡലത്തിലേക്ക് കൊടുക്കണം, മണ്ഡലത്തിൽ നിന്ന് ശാഖയിലേക്ക് എത്തണം. എന്നാലാണ് ആ റണ്ണിങ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുക. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ പരസ്പരമായ സഹകരണം വേണം. തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും ധർമ്മത്തിലും പരസ്പരം സഹകരിക്കണം. അങ്ങനെ ഒരു വിഷയം തന്നെ നമ്മുടെ ഈ കൺവെൻഷനിൽ അവതരിപ്പിക്കാനുണ്ട്. ആ സഹകരണം ഉണ്ടെങ്കിലേ സംഘടന മുന്നോട്ട് പോകൂ. ഒരാൾക്ക്, ഈ വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ഈ സംഘടനയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേതൃപരമായ പങ്ക് വഹിച്ച് മറ്റുള്ളവരുടെ സഹായ സഹകരണത്തോടു കൂടി മാത്രമാണ് ഒരു പ്രവർത്തനത്തെ രൂപപ്പെടുത്തി അത് പ്രാക്ടിക്കലാക്കി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ ജില്ലാ സമിതിയുടെ, മണ്ഡലം സമിതിയുടെ, ശാഖാ സമിതിയുടെ ഒക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സാധുവിനെ നമ്മൾ ഭാരവാഹിത്വം ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ വിമർശകരായി മാത്രം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ലാത്ത ചില കാര്യങ്ങൾ, ഒരാൾ വിമർശകനായിട്ട് മാത്രം, വിമർശനങ്ങൾ എപ്പോഴും അത് നിർമ്മാണാത്മകമായ വിമർശനങ്ങളായിരിക്കണം, മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വിമർശനമായിരിക്കണം. ഒരു ഭാരം ഏറ്റെടുത്തവനെ തളർത്തുന്ന, തകർക്കുന്ന, ആ സംവിധാനം തന്നെ ഇല്ലാതാക്കുന്ന വിമർശനങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. വിമർശനങ്ങൾ എപ്പോഴും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള വിമർശനങ്ങളായിരിക്കണം. ചെറു പ്രശ്നങ്ങൾ ചൊറിഞ്ഞു മാന്തി വലുതാക്കി ആ സംവിധാനം തന്നെ തകർക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന പ്രവണത പലപ്പോഴും നമ്മുടെ താഴെ തട്ടിലും മുകൾ തട്ടിലും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഇഷ്യൂവിനെ, ഒരു ചെറിയ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. പരസ്പരം കൂടിയാലോചനയിലൂടെ, മുഷാവറയിലൂടെ പരിഹരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രവാചകനെ ആരും അധിക്ഷേപിക്കില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം സ്വഹാബാക്കളെ വിളിക്കും, ഓരോരുത്തരെ വിളിക്കും, ഓരോ എക്സ്പേർട്ടിനെ വിളിക്കും. അതാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്നത്. ഒരാൾ പണ്ഡിതനായിരിക്കും, ഒരാൾ സാധാരണ കൂലിപ്പണിക്കാരനായിരിക്കും, ഒരാൾ വ്യവസായി ആയിരിക്കും, ഒരാൾ ഉമറയായിരിക്കും, ഒരാൾ അതിലെ വേറെ എന്തെങ്കിലും എക്സ്പേർട്ട് ആയിരിക്കും, IT വിദഗ്ധനായിരിക്കും. എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു സംഘടനയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത്. ഇത് പണ്ഡിതന്മാർ മാത്രം കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സംഘടനയല്ല. കാരണം നമ്മുടെ സംഘടനയുടെ ഒന്നാം നാൾ മുതൽ തന്നെ അതിൽ ഉമറാക്കളുടെ പങ്ക് വളരെ ഗാഢമാണ്, അടുത്ത ബന്ധമാണ്. ആ പണ്ഡിതന്മാരും ഉമറാക്കളും ചേർന്നുകൊണ്ടാണ് ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചത്. അതങ്ങനെ തന്നെ നമുക്ക് താഴെ തട്ടിലേക്കും പോകേണ്ടതുണ്ട്. ഉമറ ഉലമ ബന്ധം ദൃഢമാകുമ്പോഴാണ് നമ്മുടെ സംഘടന ശക്തമായി ചലിക്കുന്നത്. കാരണം ആ സംഘടനയ്ക്ക് ബുദ്ധിപരമായി നേതൃത്വം നൽകാൻ ആള് വേണം, ടെക്നിക്കലായ നേതൃത്വം നൽകാൻ ആള് വേണം, സാമ്പത്തിക സഹായം നൽകാൻ ആള് വേണം, ദിശാബോധം നൽകാൻ ആള് വേണം. അതുപോലെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തിന്റെ വഴി കാണിക്കാൻ ആള് വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സംഘടന നിലനിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പ്രവാചകൻ അതുകൊണ്ടാണ് ആ കാലത്ത് വ്യത്യസ്ത കഴിവുള്ള ആളുകളെ പ്രവാചകൻ മുഷാവറക്ക് വേണ്ടി വിളിക്കുകയും യുദ്ധാവസരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായങ്ങളെ പ്രവാചകൻ തേടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു സംഘടനാ പ്രവർത്തകൻ, അത് ഞാനും നിങ്ങളും ഇരിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
പറയാൻ എളുപ്പമുള്ളതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പ്രയാസമുള്ളതുമായ സ്വഭാവമാണ് ഇനി പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാന വലാ യുൻസഉ ഫീ ശൈഇൻ ഇല്ലാ ഷാന. വിനയം, പക്വത, വിവേകം എന്നൊക്കെ പറയുന്നത് പറയാൻ എളുപ്പമുള്ളതും പ്രാക്ടിക്കലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യവുമാണ്. ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖമുദ്രയായിരിക്കണം വിവേകം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാന. വിവേകവും മിതത്വവും എന്ന് പറയുന്നത് അത് ഏതൊരു കാര്യത്തെയും കൂടുതൽ ഭംഗിയാക്കുന്ന കാര്യമാണ്. വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ഷാന. ആ വിവേകവും വിനയവും പക്വതയും ഇല്ല എങ്കിൽ അത് മോശമാക്കി കളയും. ഏത് പ്രവർത്തനം, നമ്മുടെ ഒരു പ്രവർത്തനം നടത്തുന്നത് ഒരു ഹുങ്കാരത്തിന്റെ ശബ്ദത്തോടു കൂടിയല്ല, ഒരു അഹന്തയുടെ നകളിപ്പിന്റെ ശൈലിയല്ല നമുക്കുണ്ടാവേണ്ടത്. മറിച്ച് അത് വിനയത്തിന്റെ, താഴ്മയുടെ, ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാനുള്ള അത്യുത്കടമായ ആഗ്രഹത്തിന്റെ, അഭിലാഷത്തിന്റെ ഒരു നിറവിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഈ വചനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശജ്ജ് ഇബ്നു അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ്. നിനക്ക് രണ്ട് സ്വഭാവങ്ങളുണ്ട് അശജ്ജ് ഇബ്നു അബ്ദുൽ ഖൈസേ, ആ രണ്ട് സ്വഭാവങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവമാണ്. എന്നിട്ട് പ്രവാചകൻ എണ്ണി, അൽ ഹിൽമ വൽ അനാത്ത്, വിവേകവും പക്വതയുമാണ് അത് എന്ന്. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു സംഘടനാ പ്രവർത്തകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം ഉണ്ടാകും. അവിടങ്ങളിലെല്ലാം വിവേകത്തിൻ്റെയും പക്വതയുടെയും ശബ്ദമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ KNM കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ VD സതീശൻ ഈ അധാർമികതയ്ക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങേയറ്റത്തെ അഭിമാനബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യസമയത്ത് തന്നെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും അഭിമാനവും അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.